ഹായ് ഓണസദ്യയുടെ വിശേഷങ്ങളുണ്ട് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇഞ്ചി മുളിക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം പച്ചക്കറികളൊക്കെ ഓരോന്നായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഓരോരോ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. പിന്നീട് നമ്മൾ തേങ്ങയും കൂടി ചരിക്കിയതിന് ശേഷം ഓരോരോ വിഭവങ്ങളാക്കിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ അവിയലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുശേഷം ക്യാബേജ് ഉപ്പേരി റെഡിയാക്കി എല്ലാം നമ്മളിത് ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓരോരോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മളിത് മത്തങ്ങയും പയറും എരിശ്ശേരിയാണ്. ഇത് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയർ കുക്കറിൽ വേവിച്ചിട്ട് അതിലേക്ക് തന്നെ നമ്മൾ മത്തങ്ങയും കൂടി ഇട്ടിട്ട് ആ ഒരു കുക്കറിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അടുത്തതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഓലനാണ് കേട്ടോ. അത് നമ്മൾ ഈ ഒരു ചട്ടി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മളിത് ആ കൂട്ടുകറിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മളിത് പായസമാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഇത് അടപ്രഥമനാണ് കേട്ടോ. അപ്പോൾ ആ പായസം റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാലടം കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ അത് 2 പായസം ആയിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ സാമ്പാർ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളിതാ ശർക്കരപ്പേരി, അതുപോലെ ചിപ്സ്, ഇഞ്ചിമ്പുളി, അച്ചാർ, ഇത്ര ഐറ്റംസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓണസദ്യക്ക് വേണ്ടിയിട്ട് ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.